ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. IFA ഷീൽഡ് എന്ന കോമ്പറ്റീഷൻ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് 6 ടീമുകൾ പങ്കെടുത്ത ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ഇത്. 2 ഗ്രൂപ്പുകളായിരുന്നു. ഓരോ ഗ്രൂപ്പുകളിലും 3 വീതം ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് എയിൽ നിന്നും ചാമ്പ്യന്മാരായിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നംദാരി FC അവർ പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ന് നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്പോർട്സിനെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2 ഗോളുകൾക്കാണ് അവർ വിജയിച്ചിട്ടുള്ളത്. ദിമിത്രി പെട്രറ്റോസ് ഒരു ഗോൾ നേടുകയായിരുന്നു. പിന്നീട് ഒരു സെൽഫ് ഗോൾ യുണൈറ്റഡ് സ്പോർട്സ് വഴങ്ങി എന്നുള്ളതാണ്. ഇതോടുകൂടി ഗ്രൂപ്പ് ബിയിലെ ജേതാക്കളായിക്കൊണ്ട് മോഹൻ ബഗാനും ഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്വപ്ന തുല്യമായ ഫൈനലാണ് IFA ഷീൽഡിൽ ഇപ്പോൾ കാത്തിരിക്കുന്നത്. നഗരവൈരികളായ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇനി ഇവിടുത്തെ ഒരു കണക്ക് കൂടി എടുത്തു പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 41ാം തവണയാണ് IFA ഷീൽഡിൽ ഇപ്പോൾ മോഹൻ ബഗാൻ ഫൈനലിൽ പ്രവേശിക്കുന്നത്. ഈസ്റ്റ് ബംഗാളും 41 തവണ കലാശ പോരാട്ടത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 41 മത്സരങ്ങളിൽ 20 വിജയങ്ങൾ സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട്. 20 തോൽവികൾ അവർ വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മത്സരത്തിൽ റിസൾട്ട് ഇല്ലായിരുന്നു, അത് അബാൻഡൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഫൈനൽ മത്സരത്തിന് വേണ്ടി തങ്ങളുടെ വജ്രായുധത്തെ ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉള്ളത്. അതായത് ദിമിയുടെ പകരമായി കൊണ്ട് ജാപ്പനീസ് സൂപ്പർ താരമായ ഹിരോഷി ഇബുസുക്കിയെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നു. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈസ്റ്റ് ബംഗാളിൽ എത്തി ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് മോഹൻ ബഗാനെതിരെയുള്ള ഈ കലാശ പോരാട്ടം കളിക്കാൻ ഹിരോഷിക്ക് സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹം മോഹൻ ബഗാനെതിരെ അരങ്ങേറ്റം കുറിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു കടുത്ത ഫൈനലാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.